നമോ ഭഗവതേ വാസുദേവായ. നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ 1000 നാമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ ഒരാളെ കുറിച്ച് ഓർക്കേണ്ടതാണ്. അതായത് വൈശംപായന മഹാഋഷി. വൈശംപായന മഹാഋഷി എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതാചാര്യ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം വലിയ ഒരു ഋഷിയാണ്, വലിയ ഒരു ഗുരുവാണ്. അദ്ദേഹം നമ്മുടെ വ്യാസമുനിയുടെ ശിഷ്യനുമാണ്. അത് മാത്രവുമല്ല, മഹാഭാരതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പല രീതിയിൽ പറഞ്ഞ് നടന്ന് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്ത ഒരു വലിയ ഋഷിയാണ് വൈശംപായന. ശ്രീ വൈശംപായന ഉവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവ അഭിഭാഷ്യത. വൈശംപായന മഹർഷി, അതായത് ഇവിടെ ജനമേജയം എന്ന് പറയുന്ന ഒരു രാജാവിൽ നിന്നാണ് മഹാഭാരത കഥ ആരംഭിക്കുന്നത്. അതായത് അവിടെ ജനമേജയം എന്ന മഹാരാജാവിന് മഹാഭാരതം എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് എന്നാണ് ഇവിടെ തുടക്കമിടുന്നത് നമ്മുടെ വൈശംപായന മുനി. ജനമേജയൻ ആരാണെന്ന് വെച്ചാൽ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പുത്രനാണ്. പരീക്ഷിത്ത് മഹാരാജാവ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ അർജുനന്റെ പുത്രന്റെ പുത്രനാണ്. അതായത് അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത്ത്. അതായത് എപ്പോഴാണോ പരീക്ഷിത്ത് മഹാരാജാവ് ഒരു സർപ്പത്തിന്റെ ശാപത്താൽ കൊത്തേറ്റ് മരിച്ചത്, അതിൽ നിന്നും ആ ഒരു വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടന്ന ജനമേജയൻ, അതായത് പരീക്ഷത്തിന്റെ പുത്രൻ, അതിനെ പ്രതികാരം ചെയ്യുവാൻ വേണ്ടി നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ജനമേജയൻ വലിയൊരു യാഗം ചെയ്യുന്നു. അവിടെ എല്ലാ സർപ്പത്തിനെയും നശിപ്പിക്കുന്നു. തൻ്റെ അച്ഛനെ കൊന്ന ഒരു സർപ്പത്തിന്റെ വംശം പോലും കാണുവാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തോടെ. അങ്ങനെ തക്ഷകൻ എന്ന് പറയുന്ന ആ ഒരു സർപ്പത്തെ ഒഴിച്ച് ബാക്കി എല്ലാ സർപ്പങ്ങളെയും കൊല്ലുവാൻ തുടങ്ങി. അങ്ങനെ അസ്തിക എന്ന് പറയുന്ന ഒരു ഋഷി അങ്ങനെ തക്ഷകനെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ വൈശംപായന മഹർഷി ഈ ജനമേജയനോട് മഹാഭാരത കഥ മുഴുവനും പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് പാപത്തെ എല്ലാത്തെയും തരണം ചെയ്യണം എന്നുള്ള ഒരു വലിയ ഒരു സത്യം പറഞ്ഞു കൊടുക്കുകയും ബ്രഹ്മഹത്യ ദോഷം എന്ന് പറയുന്നത് തലമുറകളിലൂടെ അത് പകരുന്നതാണെന്നും അത് ചെയ്യുവാൻ പാടില്ല എന്നും പറയുന്നു. സോ വ്യാസ ഭഗവാൻ, അതായത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ, വ്യാസ ഭഗവാൻ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ തന്നെ ഒരു അവതാരമാണ്. അങ്ങനെ വ്യാസ ഭഗവാൻ രചിച്ച ആ മഹാഭാരതത്തെ മുഴുവനും ഈ വൈശംപായന മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വൈശംപായന മഹർഷിയുടെ വായിൽ നിന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് ശുക്ല യജുർവേദ എന്ന് പറയുന്ന ആ ഒരു വലിയ സത്യത്തെയും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ ആചാര്യന്റെ ആ ഒരു സംവാദത്തിൽ നിന്നും ആ മനസ്സിൽ ശാന്തി ലഭിക്കുകയും അങ്ങനെ കൃഷ്ണ യജുർവേദവും പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ ഒരു വലിയ ഒരു ബ്രഹ്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ആ വൈശംപായന പിന്തിരിപ്പിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള വേദങ്ങളും ഉപനിഷത്തുകളും മഹാഭാരതവും എല്ലാം ജനമേജയന് പറഞ്ഞു കൊടുത്ത ആ വൈശംപായന മഹർഷി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിഷ്ണു സഹസ്രനാമത്തിന്റെ ജനനത്തിന് എന്താണ് കാരണം, അതായത് ഭീഷ്മർ ആ ഒരു യുദ്ധത്തിന് ശേഷം അവിടെ കിടക്കുമ്പോൾ എപ്പോഴാണോ വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നു. സോ ഇവിടെ വൈശംപായന മഹർഷി വളരെ മറ്റുള്ളവരിൽ വളരെ ദയയുള്ള ഒരാളാണ്. അദ്ദേഹം ജനമേജയനോട് ശാന്തമായ മനസ്സുണ്ടാകുവാൻ വേണ്ടി പിന്നീട് വീണ്ടും വീണ്ടും വിഷ്ണുവിൻ്റെ നാമത്തെ പറഞ്ഞു കൊടുക്കുകയും ആ ഒരു മനസ്സിനെ ശാന്തപ്പെടുത്തുകയും അങ്ങനെ ആ ഒരു ബ്രഹ്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ധർമ്മത്തിൽ നിന്നും എങ്ങനെയാണോ മനസ്സ് ശുദ്ധമായി തീരുന്നത്, അതുപോലെയാണ് നമുക്ക് ഇവിടെ
വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മനസ്സിന് അത്രത്തോളം ശുദ്ധി ലഭിക്കുകയും ശാന്തി ലഭിക്കുകയും ചെയ്യും. ഇവിടെ ധർമ്മത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് മഹാഭാരതം. അത് മാത്രവുമല്ല, ആ മഹാഭാരതത്തിന്റെ ആ യുദ്ധത്തിന്റെ അവസാനം ആ ഭീഷ്മർ, അങ്ങനെ എല്ലാ ധർമ്മവും അറിയുന്ന അദ്ദേഹം, ആ ഒരു കൃഷ്ണ ഭഗവാൻ മുന്നിൽ നിൽക്കുമ്പോൾ യുധിഷ്ഠിരൻ അങ്ങനെ വരുന്നതിന് ശേഷം ആ യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നായി ഉത്തരം പറയുകയും അത് ഈ കലിയുഗത്തിലുള്ള എല്ലാവർക്കും അത് പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു സത്യമാണ് വിഷ്ണു സഹസ്രനാമം. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണോ നമ്മൾ പലതരത്തിലുള്ള ആ ലൗകിക സുഖങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ് പിന്തിരിഞ്ഞു പോകുന്നു, ആ സമയത്തെല്ലാം നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലൂടെ ഒരു ജ്ഞാനം ലഭിക്കുകയും നമ്മുടെ ജനനത്തിന് എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഒരു സന്തോഷം, ഒരു സമാധാനം, അതിനുശേഷം മോക്ഷം എങ്ങനെയാണോ ലഭിക്കുവാൻ സാധിക്കുന്നു എന്നെല്ലാം നമുക്ക് പലതരത്തിൽ നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിനാലാണ് ഏറ്റവും കുറഞ്ഞ ശ്ലോകങ്ങളുള്ള ഈ വിഷ്ണു സഹസ്രനാമം, മറ്റുള്ള ശ്ലോകങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാൻ ഒരുപാട് നേരം വേണം. അതായത് ഭാഗവതം, ഭഗവത്ഗീത, അങ്ങനെ രാമായണം എല്ലാം തന്നെ നമുക്ക് ഒരുപാട് സമയം വേണമെങ്കിലും ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ എല്ലാം ഒരു അമൃതം തരുന്ന ഒരു വലിയ ഒരു സത്യമാണ് ഈ വിഷ്ണു സഹസ്രനാമം. ഇവിടെ 6 ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നത്. ആ 6 ചോദ്യങ്ങൾക്ക് ഉത്തരമായാണ് ഈ വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നത്. അതായത് ശ്രീ വൈശംപായന ഉവാച. ഉവാച എന്നാൽ പറയുന്നു. ശ്രുത്വ ധർമാന ശേഷേണ, അതായത് ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ധർമ്മം അതായത് സത്യം മാത്രം ചെയ്യുന്ന ആ ഒരു രീതി, നാശേഷേണ അതായത് അത് മാത്രമായി നിലനിൽക്കുന്ന ആ ഒരു ശക്തി, പാവനാനി എന്നാൽ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധ്യമുള്ള, ച പറഞ്ഞാലും സർവേശ എല്ലാത്തിനെയും തന്നെ ശുദ്ധീകരിക്കും. മനസ്സ്, ആത്മാവ്, നമ്മുടെ അത് കേൾക്കുന്ന എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതും ശുദ്ധീകരിക്കപ്പെടുന്നു. യുധിഷ്ഠിര അതായത് യുധിഷ്ഠിര പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠപുത്രനായ ആ യുധിഷ്ഠിരൻ ശാന്തനവം, ശാന്തനം എന്ന് പറയുന്നത് നമ്മുടെ ഭീഷ്മരുടെ വേറൊരു നാമധേയമാണ്. പുനരേവ വീണ്ടും വീണ്ടും 6 ചോദ്യങ്ങൾ, അഭ്യഭാഷതേ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ വിഷ്ണു സഹസ്രനാമം. ശ്രീ വൈശംപായന ഉവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിര ശാന്തനവം പുനരേവ അഭിഭാഷ്യതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.